കൂട്ടുകാർക്ക് നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടല്ലോ. അപ്പൊ രാവിലെ പ്രമോ വിശേഷം ഉൾപ്പെടുത്തി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ ഞാൻ അപ്പൊ തന്നെ അപ്ലോഡ് ചെയ്യാന്ന്. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മോഹിനിയും പവിത്രയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ചർച്ചാ വിഷയം എന്ന് പറഞ്ഞാൽ കനകമ്മയാണ്. കനകമ്മ പിങ്കിയുടെ PA ആണ്. പിങ്കിനെ നോക്കാനായിട്ട് കനകമ്മ വീട്ടിൽ പോയിട്ട് വീണ്ടും അങ്ങോട്ടേക്ക് വരുവാന്ന് പറഞ്ഞാൽ ഇപ്പൊ രണ്ടുപേർക്ക് സഹിച്ചില്ല. ഈ സമയത്ത് മോഹിനി പറഞ്ഞു, എന്തിനാണോ എന്തോ ആ സ്ത്രീയെ ഇങ്ങോട്ട് കെട്ടി എടുത്തുകൊണ്ട് വരുന്നേ. അവര് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യ ഒരു സമാധാനം കിട്ടത്തില്ല. ഇത് കേട്ടോ പവിത്ര പറഞ്ഞു, എനിക്കും അവരെ ഇഷ്ടമില്ല എന്ന് പറയാണ്. മോഹിനി പറഞ്ഞു, എന്ത് ചെയ്യാനാന്ന് പറ. കുറെ വർഷങ്ങൾക്ക് മുമ്പ് പിങ്കിക്ക് പ്രസവവേദന ഉണ്ടായ സമയത്ത് വേറെ ഹോസ്പിറ്റലിലേക്കൊന്നും പോകാൻ പറ്റിയില്ലെന്ന്, ഹർത്താലായതുകൊണ്ട്. ആ സമയത്ത് കൊണ്ടുപോയി പ്രസവം എടുത്ത അവര് അന്ന് മുതൽ പിന്നെ പിങ്കിയുടെ ആളായിപ്പോയി. അവരിങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് അവരെ കണ്ണെടുത്താൽ കാണത്തില്ലെന്ന് പറയാം. പവിത്ര പറഞ്ഞു, എൻ്റെ അടുത്ത് വല്ല ചൊറിയുന്ന വർത്താനം പറഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അവരുടെ മോന്തയ്ക്ക് ചൂടുവെള്ളം തിളപ്പിച്ചൊഴിക്കുമെന്ന് പറയാം. എൻ്റെ പവിത്ര, നീ ഇങ്ങനെയൊന്നും പറയരുത്. ഇതെങ്ങാനും കേട്ടോണ്ട് അവരിങ്ങോട്ട് വന്നാണ്ടല്ലോ. അത് മാത്രമല്ല, നിനക്ക് എന്താ ഇത്ര ദേഷ്യമൊക്കെ കുറച്ച് അടക്കി വെക്കണം എന്ന് പറയാം. എന്താന്ന് അറിയത്തില്ലമ്മേ, എനിക്കിപ്പോ പഴയ പോലെയല്ല, മനസ്സിനെ പിടിച്ചാൽ അങ്ങോട്ട് കിട്ടുന്നില്ലെന്ന് പറയാം. പിടിച്ചാൽ കിട്ടിക്കോളൂ. അവരുടെ വായിലിരിക്കുന്ന വല്ലതും കേൾക്കും നമ്മള്. അറിയാലോ, അവരുടെ സ്വഭാവത്തെക്കുറിച്ച് നന്നായിട്ട് അറിയാലോ എന്ന് പറയണം. എന്നാലും ഇവിടെ നമുക്കൊരു വിലയില്ലാതായല്ലോ അമ്മേ. പിങ്കി ചേച്ചിയല്ലേ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്നേ, നമ്മൾ വെറും ഡമ്മി പീസുകൾ മാത്രമായിട്ട് ഇരിക്കുവാണല്ലോ എന്നൊക്കെ പറയാണ്. ആ സമയം അരുന്ധതി ലക്ഷ്മിയമ്മയുടെ ഹാളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അരുന്ധതി പറഞ്ഞു, ഈ ശാന്തിപുരം എന്ന് പറഞ്ഞാൽ കുറെ ദൂരെയാണ് ലക്ഷ്മി എന്ന് ചോദിക്കുക. ശാന്തിപുരം എന്ന് പറഞ്ഞാൽ കോട്ടയം കഴിഞ്ഞ് ഇടുക്കിക്ക് പോകുന്ന വഴി അവിടെ എവിടെയാന്ന് അറിയാൻ കഴിഞ്ഞു. എന്തിനാലെ പറഞ്ഞു, ഈ കൊല്ലവോ അവിടെ എവിടെയല്ലേ ഏതെങ്കിലും സ്ഥലത്തായിരുന്നെങ്കിൽ നമുക്ക് എന്ത് എളുപ്പമായിരുന്നു. നമുക്ക് നന്ദൂട്ടനെ ഒന്ന് പോയി കാണായിരുന്നില്ലേ. അവനെ കാണാത്തോണ്ട് ഒരു സമാധാനം ഇല്ല. അവന് ഫുഡ് കഴിച്ചോ ഒന്നും അറിയത്തില്ലോ എന്ന് പറയാണ്. ലക്ഷ്മി പറഞ്ഞു, ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്, ടീച്ചേഴ്സ് അവനെ കൃത്യസമയത്ത് അത് കൊടുക്കുമെന്ന് പറയാം. എന്നാലും അവന് ഇഷ്ടപ്പെട്ടൊന്നും കിട്ടത്തില്ലല്ലോ. ഇവിടെ ആണെങ്കിൽ അവന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കെല്ലാം നമ്മള് എല്ലാം ഉണ്ടാക്കി പെറുക്കി കൊടുക്കത്തില്ലേ. അത് ഓർക്കുമ്പോൾ ആകെപ്പാടെ ഒരു ടെൻഷൻ. ഈ 2 ദിവസം അവനെ കാണാതിരിക്കുള്ളൂ എന്ന് ഓർക്കുമ്പോൾ അത് അതിനേക്കാളും വലിയൊരു ബുദ്ധിമുട്ടാന്ന് പറയണം. അപ്പോഴേക്കും പവിത്രൻ മോഹിനിയും കൂടെ അങ്ങോട്ടേക്ക് വരണം. ആ സമയത്താണ് കനകമ്മയുടെ വരവ് അങ്ങോട്ട്. കനകമ്മ വന്നു കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് പവിത്ര ചോദിച്ചു, എന്താ പോയപടി തന്നെ പെട്ടെന്ന് വന്നു എന്ന് ചോദിക്കാം. എന്റെ പൊന്നെ, 4 ദിവസം പോയി നിന്നുള്ളെങ്കിലും 4 വർഷം പോയി നിന്ന പോലെ എനിക്ക് തോന്നുന്നതെന്ന് പറയാണ് വീട്ടില്. ഇത് കേട്ടപ്പോൾ മോഹിനി പറഞ്ഞു, അത്രയ്ക്ക് വലിയ തള്ളൊക്കെ വേണോ, ഒരു മയത്തിൽ അങ്ങോട്ട് തള്ളിയെ പോരെന്ന് ചോദിക്കാം. അത് പറയാം, പക്ഷെ എന്റെ അവസ്ഥ എനിക്കല്ലേ അറിയത്തുള്ളൂ. എന്തിയെ എന്റെ മോൻ എന്തിയെ, നന്ദൂട്ടൻ എന്തിയെന്ന് ചോദിക്കാം. ഇത് കേട്ടത് ലക്ഷ്മിയമ്മ പറഞ്ഞു, നന്ദൂട്ടൻ ഇവിടെ ഇല്ല, അവനൊരു സ്പോർട്സ് മീറ്റിന് പോയതാന്ന് പറയണം. ആണോ? ഞാൻ അവനെ പ്രതീക്ഷിച്ചോണ്ട് എങ്ങോട്ടേക്ക് ഓടി വന്നേ. അവിടെ ചെന്നിട്ട് എനിക്കൊരു സമാധാനം ഇല്ലായിരുന്നേ. സുമംഗല പറഞ്ഞു, അതെന്താ? എനിക്ക് ഇവിടുത്തെ കാര്യത്തെക്കുറിച്ചായിരുന്നു മുഴുവൻ ചിന്ത. വീട്ടിൽ ചെന്നിട്ടാണെങ്കിലോ ഒരു സമാധാനം കിട്ടിയില്ലെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ പവിത്ര പറഞ്ഞു, അവിടെ മോനും മരുമോളും ഒക്കെ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ ഇങ്ങോട്ട് ഓടിപ്പോന്നെ, അവിടെ നിന്നാ പോരാനും ചോദിക്കും. അവിടെ നിൽക്കണമെന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എന്ത് ചെയ്യാനാന്ന് പറ, എങ്ങനെ നിൽക്കാനാന്ന് പറ. മോനാണെങ്കിൽ ഇപ്പൊ എപ്പോഴും കൂടിയാ, കാരണം അവന്റെ ജോലി പോയതുകൊണ്ട്. മരുമോളെന്ന് പറയുന്ന ഒരുത്തിയുണ്ട്, അവള് തൊഴിലുറപ്പിന് പോകും. രാവിലെ ഒരുങ്ങി കെട്ടിപ്പോയ വൈകുന്നേരം വരും, ഏതാണ്ട് നക്കാപ്പിച്ചാ കിട്ടും. എന്നിട്ട് അതുകൊണ്ട് അവളുടെ അഹങ്കാരം കാണണം എന്നൊക്കെ പറയാണ്. ഓഹോ, വെറുതെ അല്ല അവിടെ നിൽക്കാതെ ഇങ്ങോട്ട് പോന്നേ. ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. അവിടെ എന്നും അലമ്പും വഴക്കും ആയിരിക്കും അല്ലേ. അതെങ്ങനെ നിനക്കും മനസ്സിലായി? അതൊക്കെ എനിക്ക് മനസ്സിലാവുമെന്ന് പറയാം. ആ സമയം അരുന്ധിതയുടെ നേരെ നോക്കിക്കൊണ്ട് കനകമ്മ പറഞ്ഞു, അതെ ഞാനേ അരുന്ധിയുടെ അടുത്തേക്ക് ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയാം. എനിക്കോ? എന്ത് സാധനം? അത് ഇവിടെ എങ്ങും കിട്ടാത്ത സാധനം, അതല്ലേ പിന്നെ ഞാൻ നാട്ടിലേക്ക് ഇത്ര അർജന്റായിട്ട് പോയത് എന്നും പറഞ്ഞുകൊണ്ട് ആ ബാഗിനകത്ത് നിന്നിട്ട് ഇത് എടുക്കുകയാണ്. ഇത് കൊട്ടൻ ചുക്കാതെ തൈലോ. ഇത് നന്നായിട്ട് കാലയിലേക്ക് അങ്ങോട്ട് തേച്ചിട്ട് ഉണ്ടല്ലോ, ചൂട് പിടിച്ചാണ്ടല്ലോ വേദനയൊക്കെ പമ്പ കിടക്കും. അതിൻ്റെ അടുത്തേക്ക് കാലുവേദനയാന്നൊക്കെ പറഞ്ഞില്ലായിരുന്നോ, അതുകൂടി ഞാൻ പ്രത്യേകം പോയി വാങ്ങിച്ചോണ്ട് വന്ന ഈ തൈലം, ഇത് തേച്ച് ഞാൻ അങ്ങോട്ട് തടവി തരാന്ന് പറയാണ്. അരുന്ധതിക്ക് സമാധാനമേ. അപ്പോഴേക്കും പിന്നീട് ഒരു കവറും കൂടെ ബാഗിനകത്ത് നിന്ന് എടുക്കുകയാണ്. ഇതെന്താണെന്നറിയോ, നല്ല മീൻപുളിയാന്ന് ലക്ഷ്മിയമ്മയോട് പറയാം. ഇതിട്ട് അങ്ങോട്ട് മീൻ വറ്റിക്കുവാണെങ്കിലേ നമ്മൾ പ്ലേറ്റ് നക്കി പഠിച്ചങ്ങ് കഴിക്കുമെന്ന് പറയാം. പിന്നെ ലക്ഷ്മിയമ്മയ്ക്ക് അത് കൊടുക്കുക. ലക്ഷ്മിയമ്മ ചിരിക്കുകയാണ്. ഈ സമയം മോഹിനിയും പവിത്രം പരസ്പരം നോക്കുകയാണ്. കണ്ടോ, സോപ്പിടുന്ന ചെറിയ സോപ്പിടിയിലല്ല, വലിയ സോപ്പിടിൽ തന്നെയാണെന്നും പറയാണ്. അങ്ങനെ അവരകത്തേക്ക് അങ്ങോട്ട് കയറി പോകാൻ തുടങ്ങുമ്പോഴത്തേനും മോഹിനി വെച്ചാൽ ഞങ്ങൾക്കൊന്നും കൊണ്ടുവന്നില്ലേന്ന് ചോദിക്കും. കൊണ്ടുവന്നു. ഓ, നല്ല നാടൻ അലുവേ, അതോടൊപ്പം തന്നെ ലഡുവും ഉണ്ടായിരുന്നു, ലഡുവും ജിലേബി. എന്നിട്ടെന്താ ഞാനത് എടുക്കാൻ മറന്നുപോയി. ഇവിടെ വന്നപ്പോഴാ ആ കാര്യം ഓർത്തേന്ന് പറയാം. നൈസായിട്ട് നമുക്കിവിടെ പണി തന്നാന്ന് മനസ്സിലായി. ഞാൻ എൻ്റെ പിങ്കിമോളെ എന്ന് കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് കയറിപ്പോണം. മോഹിനി പറഞ്ഞു, കണ്ടില്ലേ അഹങ്കാരം അവരുടെ,
നമുക്കിട്ട് പണി തന്നിട്ട് പോയത് കണ്ടില്ലേ എന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പം അരുന്ധതി ലക്ഷ്മിയമ്മ കൂടെ ചിരിക്കുകയാണ്. ഈ സമയം ഗൗതത്തിന്റെ ഫോണിലേക്ക് നന്ദോട്ടം വിളിക്കുകയാണ്. നന്ദോട്ടം വിളിച്ചിട്ട് പപ്പ എന്തെടുക്കാന്ന് ചോദിക്കാം. പപ്പയുടെ ഡ്യൂട്ടിയിലാ. മോന് സുഖമാണെന്ന് ചോദിക്കാം. സുഖമാ. അല്ല മോന് ഫുഡൊക്കെ കഴിച്ചെന്ന് പറയാണ്. മോനോട് ഫ്രണ്ട്സിനെയൊക്കെ കിട്ടിയോ? വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലോന്ന് ചോദിക്കണം. ഇത് കേട്ട നന്ദൂട്ടിന് ഒരു നിമിഷം ഒന്ന് നിശബ്ദനായി. എന്നിട്ട് ഇങ്ങനെ ആലോചിച്ചു, തന്നെ കുട്ടികൾ തന്റെ ഫ്രണ്ട്സ് തള്ളിയിട്ട കാര്യം പപ്പയോട് പറയണോ വേണ്ട? പപ്പയോട് പറഞ്ഞ പപ്പയ്ക്ക് ആ പാടെ വിഷമോ? പിന്നീട് നന്ദൂട്ടൻ പറഞ്ഞു, ഇല്ല പപ്പ, എനിക്കിവിടെ ഒരു കുഴപ്പമില്ല, എനിക്ക് സുഖമാന്ന് പറയാം. ആ കൂട്ടുകാരെയൊക്കെ കിട്ടിയോ? കിട്ടി. ഗൗരി എന്ന് പറയുന്ന ഒരു കുട്ടീനെ കിട്ടിയിട്ടോ. ഗൗരിയുടെ അമ്മയെ ഡോക്ടർ ആന്റി എന്നോട് പറഞ്ഞ എന്താണെന്നറിയോ? എന്റെ കാലിലെ ഇതൊക്കെ ഭേദമാക്കി തരാം, എന്റെ കാലിന്റെ വേദനകളൊക്കെ മാറ്റി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. പപ്പ, എനിക്ക് ഇനി അടുത്ത പ്രാവശ്യം മീറ്റിൽ പങ്കെടുക്കാൻ പറ്റുമെന്ന് ചോദിക്കുക. ഇത് കേട്ടതും ഗൗതത്തിന് വല്ലാത്തൊരു സങ്കടമായിപ്പോയി. ഗൗതത്തിന്റെ മുഖം സങ്കടം കൊണ്ടായിപ്പോയി. പെട്ടെന്ന് ചോദിച്ചു, എന്താ മോനെ അങ്ങനെ ചോദിച്ചേ? ഡോക്ടർ ആന്റി എന്നോട് പറഞ്ഞു എന്റെ കാലിന്റെ അസുഖം പെട്ടെന്ന് ഭേദമാക്കി തരാന്ന്, അതുകൊണ്ടാന്ന് പറയാം. മോന് പെട്ടെന്ന് സുഖാവെന്ന് പറയണം. പിന്നീട് അങ്ങനെ കോള് കട്ട് ചെയ്യാണ്. ഈ സമയത്ത് നന്ദയും ഗൗരി നളിനിച്ച് സംസാരിച്ചോണ്ടിരിക്കുകയാണ്. അപ്പം നളിനി പറഞ്ഞു, എന്നാലും ഗൗരി മോളുടെ മനസ്സ് കവർന്ന ആള് സൂപ്പർ ആണല്ലോ എന്ന് പറയണേ. ഇത് കേട്ടതും നന്ദ പറഞ്ഞു, അത് ശരിയാ, ആള് സ്മാർട്ടാ, ആ കുട്ടിയാള് സ്മാർട്ടാ. അവന്റെ കാല് വയ്യ, അവന്റെ കാലിൽ ഇങ്ങനെ ബ്രസേഴ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അവനെ നടക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതാന്ന് പറയണേ. ഗൗരി പറഞ്ഞാലും അന്നാള് ആള് പാവം കേട്ടോ, അവൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാ, നല്ലവനാന്നൊക്കെ പറയണ. അങ്ങനെ അവര് സംസാരിച്ചോണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ഒരു വണ്ടി വന്നിരുന്നേ. വണ്ടിയുടെ ശബ്ദം കേട്ടതും ഗൗരിമോള് പുറത്തേക്ക് ഓടുകയാണ്. ലോറിയങ്കൾ വന്നു പറഞ്ഞ് പുറത്തേക്ക് ഓടി ചെല്ലുകയാണ്. അതിനകത്ത് നിന്ന് ഇറങ്ങുന്നത് നിർമ്മലായിരുന്നു. നിർമ്മലെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് ഓടിച്ചെന്ന് ഗൗരിമോള് കെട്ടിപ്പിടിക്കുകയാണ്. പെട്ടെന്ന് നിർമ്മല ഗൗരിമോളെ വാരിയെടുത്ത് ഉമ്മയൊക്കെ എടുക്കുകയാണ്. പിന്നീട് വെച്ച് ഡോക്ടറമ്മ എന്ത് പറയണമെന്ന് ചോദിക്കാം. ദേ ഡോക്ടറമ്മ ഇവിടെ ഉണ്ടല്ലോ എന്ന് പറയണം. അപ്പോഴേക്കും നന്ദയും കൂടെ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. നിർമ്മലെ സുഖമായിട്ട് ഇരിക്കണമെന്ന് ചോദിക്കാം. അതെ, ഇത് വഴിയൊന്ന് പോയപ്പം ഞാൻ ഇവിടെ ഒന്ന് കയറിയതാ, വീടോടെ ഒന്ന് കയറാതെ എനിക്ക് പോകാൻ പറ്റില്ലല്ലോ നന്ദേച്ചി, അതുകൊണ്ട് കയറിയതാന്ന് പറയാണ്. പിന്നീട് ഗൗരിയോട് വർത്താനം പറയുന്നുണ്ട്. ഗൗരിക്ക് ഒന്ന് സീറ്റ്സും കാര്യങ്ങളൊക്കെ എടുത്ത് കൊടുക്കുകയാണ്. ഗൗരി ആ സീറ്റ്സും കൂടെ അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേനും പെട്ടെന്ന് അവൻ പറഞ്ഞു, നിർമ്മല പറഞ്ഞു, എന്ത് ചെയ്യാനാ, കഴിഞ്ഞ പ്രാവശ്യം അമ്മ വിളിച്ചപ്പോൾ ഞാൻ അമ്മയോട് പറയണമെന്ന് ഓർത്താ നന്ദേച്ചിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. എന്ത്? അല്ല, നന്ദേച്ചിനെ ഞാൻ കണ്ടു, എനിക്കറിയാന്നൊക്കെ. ഇതേ നിർമ്മലെ, വേണ്ടാത്ത കാര്യത്തിൽ തലയിരണ്ട കേട്ടോ, അല്ലെങ്കിൽ തന്നെ ഇപ്പം സാവിത്രി അമ്മയും അരുന്ധതി വല്യമ്മയും തമ്മിൽ നല്ല കമ്പനിയിലാ. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. ആ സെക്കൻഡിൽ ഇന്ത്യ വാലത്തിൽ എല്ലാവരും അറിയും, അതൊരു കാരണവശാലും പാടില്ല എന്ന് പറയാം. അതുകൊണ്ട് മാത്രം പലപ്പോഴും ഞാനിങ്ങനെ പറഞ്ഞാലോ എന്ന് ആലോചിച്ചാ, പക്ഷെ പിന്നെ വേണ്ടാന്ന് വെച്ചു. എത്ര നാളെന്ന് വെച്ചാൽ ഇത്ര ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അന്നൊരു ദിവസം ഞാൻ ശാന്തിപുരത്തോട് വണ്ടി ഓടിച്ചോണ്ട് പോണ സമയത്ത് 2 വയസ്സുകാരി ഗൗരീനെ കൈ വെച്ചോണ്ട് നന്ദയുടെ നടന്നു പോകുന്ന കണ്ടേ. അന്ന് തൊട്ട് ഞാൻ എൻ്റെ ഉള്ളിൽ ഈ രഹസ്യം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നല്ലേ. ഇന്ന് വരെ ഞാൻ അമ്മയോട് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ട് പോലും ഇല്ലാന്ന് പറയാം. വേണ്ട, തൽക്കാലത്തേക്ക് ആരോടും പറയണ്ടെന്ന് പറയാം. ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ, എത്ര നാൾ വെള്ളം ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ എന്ന് പറയണം. പിന്നീട് ചോദിച്ചു, അല്ല സാവിത്രി അമ്മയൊക്കെ എന്ത് പറയണു? സുഖമായിട്ടിരിക്കുന്നു. എന്ത് ചെയ്യാനെന്ന് പറ. ഇപ്പൊ എപ്പോഴും ഒരു ടീച്ചറമ്മയുടെ കൂട്ടാ. ഞാൻ എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു, ആരെ ഫോൺ വിളിക്കുന്നു, എല്ലാം അറിയണം. പണ്ടത്തെ സ്വഭാവമേ അല്ലെന്ന് പറയണം. ഈ സമയം ഗൗരി അങ്ങോട്ടേക്ക് വന്നിട്ട്, ബാ കയറി വരാൻ പറയണം. അയ്യോ, ഇപ്പൊ എനിക്ക് കയറി വരാൻ സമയമില്ല. പെട്ടെന്ന് നന്ദ പറഞ്ഞു, അകത്തേക്ക് കയറുക, ചോറിട്ട് പാ, നല്ല മീൻകറി ഉണ്ടെന്ന് പറയണം. എന്തൊക്കെയാണല്ലോ, ഇപ്പൊ എനിക്ക് സമയമില്ല, പോയിട്ട് അല്പം ധൃതി ഉണ്ടെന്ന് പറയണം. ഞാനേ പിന്നെ ഒരു ദിവസം വരാൻ കഴിക്കാനെന്ന് പറയാം. ശരി പറഞ്ഞോട്ടോ എന്ന് പറയണം. ശരി വരാന്ന് പറയണം. അങ്ങനെ അവരോട് അകത്തേക്ക് കയറി പൊയ്ക്കളാൻ പറയണം. അവർ കയറി കഥ അടച്ചു കഴിഞ്ഞപ്പോഴാണ് നിർമ്മൽ ഇങ്ങോട്ട് ലോറിയിലേക്ക് കയറാൻ വരുമ്പോഴത്തേനും അവിടെ നിന്ന് 2-3 അമ്മമാർ ഇങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട്. ഇമാര് വീഡിയോ എടുക്കുന്നു. ഓഹോ, അപ്പൊ അതാണ് കാര്യം. അങ്ങനെ വീഡിയോ പിടിച്ചുകൊണ്ട് കിടക്കുന്നുണ്ടപ്പോഴത്തേനും പെട്ടെന്ന് തന്നെ നിർമ്മൽ എന്ത് ചെയ്യാണ്, നിർമ്മൽ അവരുടെ അടുത്തേക്ക് ഇങ്ങോട്ട് ചെല്ലുവാണ്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അമ്മമാർക്ക് എന്തെന്ന് ചെയ്യണമെന്നില്ല. അമ്മമാര് പതുക്കെ അങ്ങ് തിരിഞ്ഞു പോകാൻ തുടങ്ങിയപ്പോഴത്തേനും അവിടെ നിൽക്കടാന്ന് പറയണം. നിന്ന അവന്മാര്, ആഹാ, നിന്നെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായല്ലോ. നീ ആ മഞ്ജുക്കൊച്ചമ്മയുടെ ആളല്ലേടാ, ഇപ്പോഴല്ലേ മനസ്സിലായത്. ഓ, ഇവിടെ വന്നപ്പോ വീഡിയോ പിടുത്തോ അല്ലേടാ. എടാ, നിനക്കൊക്കെ നിന്റെ സ്വന്തം ഭാര്യയുടെ കുളിമുറിയിൽ പോയി വീഡിയോ പിടിച്ചാൽ പോരെ, നീയൊക്കെ ഇതിനാ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുകയാണ്. ഇത് പറഞ്ഞിട്ട് ഒരുത്തന്നെ കർണം തീർത്ത് ഒരെണ്ണം കൊണ്ട് പൊട്ടിക്കുകയാണ്. എടാ, നീ എന്നെ തല്ലു അല്ലേടാന്ന് ചോദിച്ചാൽ കൈ ചൂണ്ടിക്കൊണ്ട് വന്നു. ആ കയ്യെ പിടിച്ചങ്ങോട്ട് തിരിച്ചു വിടുകയാണ്. മേലാല് കൈ ചൂണ്ടി സംസാരിച്ചുണ്ടല്ലോ എന്ന് പറയണം. എന്നും പറഞ്ഞിട്ട് അവനിട്ട് ഒറ്റ ഒരെണ്ണം കൂടെ പൊട്ടിച്ചു. അവൻ താഴെ കിടക്കുന്ന അവന്റെ നെഞ്ചിലേക്ക് കാലം കെടുത്തു വെച്ചു. മേലാല് ഇതുപോലത്തെ പരിപാടിയായിട്ട് ഇങ്ങോട്ട് വന്നാണ്ടല്ലോ, നിന്നെയൊക്കെ ഞാൻ കൊന്നു കുഴിച്ചു വെക്കുമെന്ന് പറയണം.
അപ്പോഴേക്കും മറ്റവന്മാർ രണ്ടുപേരും പേടിച്ചു. ഒരുത്തൻ്റെ കൈ വീഡിയോ ഉണ്ട്. ആ ഫോൺ ഇങ്ങോട്ട് കൊണ്ടുവരാമെന്ന് പറയാണ്. ആ ഫോൺ കൊണ്ടേ കൊടുത്തു. മര്യാദയ്ക്ക് ഇരുന്നോണം. നോക്കി കഴിഞ്ഞപ്പോഴത്തേനും അവിടെ നിർമ്മല നിൽക്കുന്ന നന്ദയോട് സംസാരിക്കുന്ന എല്ലാം കണ്ടു. ഓഹോ, അപ്പം നീ ഇതൊക്കെ എടുക്കുമായിരുന്നല്ലേ? ഇപ്പോഴല്ലേ കാര്യങ്ങൾ മനസ്സിലായി. തക്കാത്ത ഈ ഫോൺ എൻ്റെ കയ്യിൽ ഇരിക്കട്ടെ. എന്താണെന്നാണ് നിന്റെ പരിപാടി? അത് പിന്നെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ വീഡിയോ പിടിച്ചോ? ഓ, വീഡിയോ പിടിച്ച് അങ്ങനെ കൊടുക്കാനായിട്ട് ഞങ്ങൾ തമ്മിൽ അവിഹിത ബന്ധം ഉണ്ടോന്ന് അറിയാൻ വേണ്ടിട്ട്. കൊള്ളാലോടെ നീ. അവനിട്ടും കൊടുത്തു. നീ ഫോണിനി നീ ഉപയോഗിക്കണ്ട. ഞാൻ അങ്ങോട്ട് പോകുന്ന വഴിക്കേ എവിടെയായാലും ഞാൻ തെറിഞ്ഞു കളഞ്ഞോളാം. എന്തായാലും കുഴപ്പമില്ല, നീ എനിക്ക് ഈ ഫോണ് വേണ്ടാന്ന് പറയണം എന്നും പറഞ്ഞിട്ട് അവന്മാരെ പഞ്ഞിക്കിട്ടിട്ടാണ് നിർമ്മല കയറി അങ്ങോട്ട് പോണേ. പിന്നീട് രാത്രി കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേനും നന്ദയുടെ ഫോണിലേക്ക് കോള് വരികയാണ്. അയ്യോ, സ്കൂളിൽ നിന്ന് പ്രിൻസിപ്പൾ ആണല്ലോ എന്ന് കരുതി നന്ദ കോൾ അറ്റൻഡ് ചെയ്യണം. പിന്നീട് പ്രിൻസിപ്പൾ വിളിച്ചു. നന്ദ ഡോക്ടറെ ഇവിടെ വരെ ഒന്ന് വരാൻ പറ്റുമോ എന്ന് ചോദിക്കണം. ഈ സമയത്തോ? അയ്യോ പ്രിൻസിപ്പളെ, മാഡത്തിന് അറിയാലോ ഞാനും മോളും പിന്നെ ഇവിടെ ജോലിക്കാരി മാത്രമേ ഉള്ളൂ. അപ്പം എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറയാണ്. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമല്ലോ, ഒരു കേസുണ്ടെന്ന് പറയണം. അല്ലെ എന്ത് പറ്റി, കാര്യം എന്താണെന്ന് ചോദിക്കുകയാണ്. അതിവിടെ ഒരു കുട്ടി കട്ടിലേന്ന് താഴെ വീണു. അവന് ഈ കാലിലിച്ചിരി മുറിവുണ്ടെന്ന് പറയാണ്. കട്ടിലേന്ന് താഴെ വീണോ? അത് ഡബിൾ ഡെക്കർ കട്ടിലായിരുന്നു പറയണ. അവന് കാല് മേലാത്തതെന്ന് പറയണ. കാലിൽ അവൻ്റെ ബ്രേസൽസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കൂട്ടുകാരെല്ലാം നിർബന്ധിച്ചു കഴിഞ്ഞപ്പോൾ അവൻ മുകളിലേക്ക് കയറി. പിന്നെ അത് ഊരി വെച്ചിട്ട് ഇറങ്ങാൻ ശ്രമിക്കുന്നതിനിടയിൽ അവൻ താഴേക്ക് വീണെന്ന് പറയണം. പെട്ടെന്ന് നന്ദയ്ക്ക് ആളെ മനസ്സിലായി. ഗൗരിയുടെ കൂട്ടുകാരൻ നന്ദോട്ടനായിരിക്കും അത്. ഇത് കേട്ടപ്പോൾ നന്ദ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, അവനെ ഇങ്ങോട്ട് കൊണ്ടുവരെ, ഞാൻ ഇവിടെ നോക്കിയോളാം. അത്യാവശ്യത്തിന് ഫസ്റ്റ് എയ്ഡും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടെന്ന് പറയാണ്. അങ്ങനെ പ്രിൻസിപ്പൾ അവനെ കൊണ്ട് അങ്ങോട്ടേക്ക് വരുവാണ്. അങ്ങനെ അവൻ്റെ കാലയിലൊക്കെ നോക്കി കഴിഞ്ഞപ്പോഴത്തേനും ചെറിയൊരു മുറിവൊക്കെ പറ്റിയിട്ടുണ്ട്. പിന്നീട് നന്ദേച്ച് വേദനയുണ്ടോയെന്ന് ചോദിക്കാം. ഇല്ലയെന്ന് പറയാണ്. അല്ല മോനും ഗുളികയൊക്കെ ഉണ്ടായി കാലിന് കഴിക്കാൻ വേണ്ടിയിട്ട്. ഗുളികയുണ്ട്, ഞാൻ ഗുളിക കഴിച്ചായിരുന്നു, ഗുളിക എൻ്റെ ഭാഗ്യനകത്തുണ്ടെന്ന് പറയാണ്. പിന്നീട് നന്ദ ആ മുറിവൊക്കെ നോക്കി അതെല്ലാം ക്ലീൻ ചെയ്തെല്ലാം സെറ്റ് ചെയ്ത് വെക്കണം. പിന്നീട് വെച്ച് വേദനയുണ്ടോ? ഇപ്പം വേദനയൊന്നും ഇല്ലയെന്ന് പറയണം. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗൗരി പറഞ്ഞു, വേദനയുടെ പറയണം കേട്ടോ, അമ്മ മരുന്ന് തരൂ കേട്ടോ എന്ന് പറയാണ്. പിന്നീട് നന്ദൂട്ടൻ പറഞ്ഞു, കുഴപ്പമൊന്നും ഇല്ലയെന്ന് പറയണം. അമ്മയ്ക്കറിയാവോ ഈ നന്ദൂട്ടനെ ഞാൻ എങ്ങനെയാ കണ്ടുമുട്ടിയെന്ന്? എങ്ങനെ കണ്ടുമുട്ടിയത്? അതെ, ഒരു വലിയ കഥ അമ്മയെന്ന് പറയണ. കഥയോ? ആ അതെ. പിന്നീട് ഗൗരി പറയാം, ഇന്ന് കണ്ട സമയത്തെ ഇവന്റെ ഫ്രണ്ട്സ് ഇവരെ തള്ളിയിട്ടു. ആ സമയത്താണ് ഞാൻ ഇവനെ കണ്ടതെന്ന് ആ കഥ എങ്ങനെ പറയുകയാണ്. ഇത് കേട്ടത് കഴിയുമ്പോൾ ഒരു ഞെട്ടലോട് കൂടിയിട്ട് നന്ദ ഗൗരീനെ നന്ദൂട്ടനെ മാറി മാറി നോക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.